കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ അടുത്ത ഫൈനലിന് മുമ്പുള്ള സെമി ഫൈനൽ എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പോൾ ഏത് മുന്നണിക്ക് അനുകൂലമാണ്? അതൊരു കുഴപ്പം പിടിച്ച ചോദ്യമാണ്. ഒന്നാമത്തെ കാര്യം, ലോക്കൽ ബോഡി ഇലക്ഷന് നമുക്കൊരു അസംബ്ലി ഇലക്ഷൻ്റെ സെമി ഫൈനലായിട്ട് കണക്കൂട്ടാൻ കഴിയില്ല. ലോക്കൽ ബോഡി ഇലക്ഷനിൽ പലപ്പോഴും സ്ഥാനാർത്ഥികൾ ജയിക്കുകയും തോക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ നോക്കിയിട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വാർഡിൽ ഒരു 100-120 കുടുംബങ്ങളുള്ളൊരു തറവാട്ടുകാരുണ്ടെന്ന് നോക്കുക. അതിൽ നിന്ന് ഒരാൾ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ വോട്ട് ഒരു 4 വോട്ട് വെച്ച് കിട്ടുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥി ജയിക്കാനുള്ള 100-400 വോട്ട് അതിൻ്റെ കിട്ടും. പിന്നെ ഏതെങ്കിലും ഒരു മുന്നണിയുടെയും കൂടി പിന്തുണ ഉണ്ടെങ്കിൽ അവർ ജയിച്ചു പോകും. അപ്പോൾ ആ വോട്ട് മുഴുവനും ആ മുന്നണിക്ക് കിട്ടിയ വോട്ടായിട്ട് കൂട്ടാൻ പറ്റില്ല. ലോക്കൽ ബോഡി ഇലക്ഷനിൽ വോട്ട് കിട്ടുന്നത് പ്രധാനമായിട്ടും സ്ഥാനാർത്ഥികൾക്ക് ആണ്. പിന്നെ അത് മാത്രവുമല്ല, അതിൽ പരിഗണിക്കുന്ന കാര്യങ്ങളും വ്യത്യസ്തമാണ്. രാഷ്ട്രീയം വളരെ കുറവേ അതിനകത്ത് പരിഗണനയ്ക്ക് വരുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ പഞ്ചായത്ത് മെമ്പറായാലും കോർപ്പറേഷൻ കൗൺസിലറായാലും നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു ആവശ്യത്തിന് കൃത്യമായിട്ട് കിട്ടുന്ന ഒരാളാണോ എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷേ UP ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ലോക്കൽ ബോഡി ഇലക്ഷൻ രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല നടക്കുന്ന അവിടെ ഒന്നും രാഷ്ട്രീയം ഇല്ല. അതിനകത്ത് രാഷ്ട്രീയം പിന്നീട് വന്നു ചേരുന്നതാണ്. കാരണം ഞങ്ങൾക്ക് ഇത്ര കിട്ടി എന്നല്ലാണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ അതിൻ്റെ രാഷ്ട്രീയം നമുക്ക് കിട്ടില്ല. അതെ, രാഷ്ട്രീയ പാർട്ടികളുടെ ഇതിലേക്ക് കിട്ടുള്ളൂ. സത്യത്തിൽ അങ്ങനെയല്ലേ ലോക്കൽ ബോഡി ഇലക്ഷൻ അങ്ങനെ തന്നെയാണ് നടത്തേണ്ടത്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. കേരളത്തിൽ മാത്രം കേരളത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളം എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ കൂടി ഭാഗമാണത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെയോ രാഷ്ട്രീയ വിഷയങ്ങളുടെയോ മാത്രം അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായിട്ടും നിലകൊള്ളുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യക്തി അധിഷ്ഠിതമായിട്ട് നടക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ എൻ്റെ വാർഡിൽ നിൽക്കുന്നൊരു സ്ഥാനാർത്ഥി എനിക്ക് പഞ്ചായത്തിൽ പോകാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇയാളുണ്ടെങ്കിൽ ചെയ്തു തരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യും. കാരണം കരാടക്കാൻ പോകാനും ബാക്കി കാര്യങ്ങൾക്ക് പോകാനും ഒക്കെ നമ്മൾ ഇയാളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും. റോഡ് ശരിയായിട്ടില്ലെങ്കിൽ ഇയാളെ വിളിച്ച് പറഞ്ഞാൽ അത് ചെയ്യും. ഇതൊക്കെ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെ വോട്ട് കിട്ടും. പിന്നെ ചിലരെന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ മത്സരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എറണാകുളത്ത് അങ്ങനെ ഒരാളുണ്ടായിരുന്നു, ബീരാൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. CPI-കാരനായിരുന്നു. നിങ്ങൾക്കറിയാലോ എറണാകുളത്ത് CPI മഷി ഇട്ട് നോക്കിയാൽ കിട്ടില്ല. അത് ശരിയാ, മഷി ഇട്ട് നോക്കിയാൽ CPI കിട്ടാനില്ല. പക്ഷേ ബീരാൻ സാഹിബ് തെരഞ്ഞെടുപ്പിൽ കൗൺസിലിലേക്ക് എന്നും ജയിക്കുമായിരുന്നു. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള എല്ലാ വീട്ടുകാരുടെയും എല്ലാ പ്രശ്നങ്ങളും, കോർപ്പറേഷനിൽ കരമടക്കൽ, വാട്ടർ ബില്ലടക്കൽ, ഇലക്ട്രിസിറ്റി ബില്ലടക്കൽ, ഇത്തരത്തിലുള്ള സകല കാര്യങ്ങളും ബീരാൻ സാഹിബാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ബീരാൻ സാഹിബ് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അത് CPI-ക്ക് അവിടെ ഹോൾഡ് ഉണ്ടെന്നാണ് അർത്ഥം. ഇതാണ് ലോക്കൽ ബോഡിയുടെ കാര്യം. അപ്പോൾ ഇനി നമുക്ക് മുന്നണിയിലേക്ക് വരാം. മുന്നണികൾ പറയുന്നത് ഇവിടുത്തെ 2-3 ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവരുടെ ബലാത്സംഗ, വ്യഭിചാര, ഭ്രൂണഹത്യ, ഗർഭഛിദ്ര ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് കോൺഗ്രസ് ഒരു അവിഞ്ഞ അവസ്ഥയിലാണ്. കോൺഗ്രസ്സിനൊരു കുഴപ്പമില്ലയെന്ന് അവരൊക്കെ പറയുന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ ജനങ്ങൾക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. ഒരു പരിധിവരെയൊക്കെ ജനങ്ങൾ സഹിക്കും. പക്ഷേ ഇത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യം, കാരണം 17 പേരാണെന്നാണ് പറയുന്നത്. മറ്റേ 17 ഇരകളുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു ഫലിതത്തിൽ ഒരു നർമ്മഭാവനയിൽ പറഞ്ഞതുപോലെയാണ് അവൻ്റെ കാര്യത്തിൽ പെൺവിഷയത്തിൽ ഇതിൽ നിന്ന് ടിഷ്യൂ പേപ്പർ ഒന്നെടുക്കുമ്പോൾ വേറൊരെണ്ണം ഉടനെ പൊങ്ങി വരുമെന്ന് പറയുന്ന രീതിയിലാണ് ഈ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എത്ര പേര് ഇയാൾക്കെതിരെ വരുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. അതൊരു കോൺഗ്രസ്സിനെ അത് ബാധിക്കും. പക്ഷെ അത് എത്ര ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പ് പറയാനായിട്ട് സാധ്യമല്ല. അതുപോലെ തന്നെയാണ് സ്വർണ്ണക്കൊള്ളയും. ശബരിമലയിൽ നടന്നിരിക്കുന്ന ഈ സ്വർണ്ണക്കൊള്ള തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് LDF-നും വരും. പക്ഷെ ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ലോക്കൽ ബോഡിയിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്.
പേഴ്സണൽ വോട്ട്. അതായത് അവിടെ എല്ലാവർക്കും പരിചയമുള്ള സുപരിചിതനായ ഒരു കാൻഡിഡേറ്റിന് ആരാണോ നിർത്തുന്നത് അവർക്ക് വോട്ട് ചെയ്യുക എന്ന ഒരു രീതി ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് പരിപൂർണമായും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് നമ്മൾ തിരഞ്ഞെടുപ്പ് എന്ന നിലക്ക് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും അതിലൊരു എഡ്ജ് കിട്ടും. കാരണം ഒരുമാതിരി ഭേദപ്പെട്ട ഒരു മെമ്പറാണെങ്കിൽ ആ മെമ്പർ അവിടെ എല്ലാ വീടുകൾക്കും സുപരിചിതനായിരിക്കും. അയാൾ ആരാണ്, എന്താണ്, അയാൾ എന്തൊക്കെ ചെയ്യും ചെയ്യില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ കഴിയും. ഇതിൻ്റെ ഒരു കാരണം അയാൾ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ആ വാർഡിലും പരിസര പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത വാർഡിലുമൊക്കെ നിന്ന് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ഇവർക്ക് കിട്ടും. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഇതല്ലാതെ ഇതിനകത്തൊരു കാരണം ഇത് ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുകയും ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പല്ല ഇത്. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പേ അല്ല. പക്ഷേ പിന്നെ ഈ മാധ്യമങ്ങളെല്ലാം കൂടി പറഞ്ഞത് സെമി ഫൈനൽ. അതെ ഞാൻ ചോദിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇത് സെമി ഫൈനൽ പോലും ഒന്നും അല്ല. സെമി ഫൈനൽ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വരുന്ന ഇലക്ഷൻ റിസൾട്ട് എന്നും അതിനകത്ത് വരേണ്ടതല്ലേ? അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കാലാവധി കഴിയുന്നതിന് മുമ്പ് രാജിവെച്ച് തെരഞ്ഞെടുപ്പിന് പോയൊരു കാര്യമുണ്ട് ഇടതുപക്ഷം. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വന്ന സമയത്ത് 13 ജില്ലകൾ തൂത്തുവാരി എടുത്ത്. അപ്പോൾ 13 ജില്ലകൾ തൂത്തുവാരി എടുത്ത് അന്ന് EMS ഉള്ള കാലമാണ്. EMS അന്ന് തെരഞ്ഞെടുപ്പിന് നേരിട്ട് എന്ത് പറഞ്ഞിട്ടാണെന്നറിയാമോ? ഞങ്ങൾ സദ്ദാമിൻ്റെ കൂടെ, നിങ്ങൾ ആരുടെ കൂടെ എന്നാണ് ചോദിച്ചത്. സദ്ദാമും കേരളവും തമ്മിൽ ഇവിടെ ഹർത്താൽ നടത്തി സദ്ദാമിനെ തൂക്കിക്കൊന്നപ്പോൾ സദ്ദാമിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം എന്ത് ചോദിച്ചാൽ മുസ്ലിങ്ങൾ വ്യാപകമായ രീതിയിൽ LDFന് വോട്ട് ചെയ്തപ്പോഴാണ് ഈ 14 ജില്ലയിൽ 13 ജില്ലയിലും കിട്ടിയത്. ആദ്യമായിട്ട് മലപ്പുറത്ത് മുസ്ലിം ലീഗ് വിറച്ചു പോയ തെരഞ്ഞെടുപ്പായിരുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവരിത് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിന് പോയി തോറ്റുപോയി. 8. അപ്പോൾ വേറെ കാര്യങ്ങളുണ്ടായി. രാജീവ് ഗാന്ധിയുടെ മരണത്തിൻ്റെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് കോൺഗ്രസ്സിന് കൂടുതൽ വോട്ട് കിട്ടിയത്? അങ്ങനെയാണ് CPM പറയുന്നത്. CPM അങ്ങനെ പറഞ്ഞിട്ട് കാര്യമായില്ല. കേരളത്തിൽ ഒരുപക്ഷെ രാജീവ് ഗാന്ധിയുടെ മരണത്തിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം. പക്ഷേ രാജീവ് ഗാന്ധിയുടെ മരണം കഴിഞ്ഞതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ. ശരിയാണ്. അങ്ങനെ ഒരു ഇന്ദിരാഗാന്ധി ദേശീയ ലെവലിൽ ചിന്തിക്കുന്നത് വ്യത്യസ്തമായി മലയാളികൾ ചിന്തിക്കും. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അല്ല, അത് ശരിയാണ്. ദേശീയ ലെവലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മലയാളികൾക്ക് അങ്ങനെ പുരോഗമനം ഈ പറയൽ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അവർ ഭയങ്കര എന്താ പറയേണ്ടത്, ഇത്രയും ഒരു പാരമ്പര്യവാദികളായ ഒരു ജനങ്ങൾ ഈ മലയാളികളെ പോലെ വേറെ ലോകത്തെങ്ങുമില്ല. അവർ ഭയങ്കര പുരോഗമനമാണെന്നൊക്കെ പറയുമെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ പറച്ച് അവസരവാദികളും കൂടിയാണ്. ഭയങ്കര അവസരവാദി. എന്ത് കിട്ടിയാലും എന്ത് 4 നേരം തൊഴിച്ചിട്ടും വൈകുന്നേരം ഒരു കിറ്റ് കൊടുത്താൽ അത് മതി എന്ന് പറയും. അല്ല, അതങ്ങനെയല്ലേ. നമുക്കെന്ത് കിട്ടുന്നു എന്ന് നമ്പ്യാർ പറഞ്ഞതാണ് ശരി. നമുക്കും കിട്ടണം പണം, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കാം. മുമ്പ് കിട്ടിയ തൊഴിലെല്ലാം മറക്കും. മുമ്പ് കിട്ടിയ എല്ലാ തൊഴിലും നടന്നിട്ട് തൊഴുതു നിൽക്കാൻ അറിയാവുന്നൊരു വിഭാഗമാണ് മലയാളികൾ. അത് പോയിക്കോട്ടെ. പക്ഷേ ഞാൻ പറയുന്നത് രാജീവ് ഗാന്ധി വെടിയേറ്റ് മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് നിങ്ങൾ മറക്കരുത്. അതൊന്ന് മറ്റൊന്നുണ്ട്. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 415 സീറ്റാണ് കോൺഗ്രസ്സിന് കിട്ടിയത്. ഇതുവരെ ഒരു പാർട്ടിക്കും കിട്ടാത്ത വിധത്തിൽ. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം നമ്മൾ ഈ വാഴ്ത്തുന്ന TN ശേഷൻ ഒരു കളി കളിച്ചു. TN ശേഷൻ ഒരു സ്ഥാനാർത്ഥി മരിച്ചാൽ ആ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടത്. രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം ഇന്ത്യയിലെ മുഴുവൻ തെരഞ്ഞെടുപ്പും മാറ്റിവെച്ചു. മുഴുവൻ തെരഞ്ഞെടുപ്പും മാറ്റിവെക്കാൻ വ്യവസ്ഥയില്ല. അത് കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി ചെയ്തു. അല്ല, അതിന് ശേഷം പറഞ്ഞൊരു ന്യായീകരണമുണ്ട്. കാരണം ലോ ആൻഡ് ഓർഡർ ശരിയല്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാം. ലോ ആൻഡ് ഓർഡറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇൻസ്റ്റബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് ഇലക്ഷൻ കമ്മീഷന് ബോധ്യമായാൽ മതി, തോന്നിയാൽ മതി. വഖഫ് പോലെയാണ്.
വഖഫിന് തോന്നിയാൽ വഖഫിന്റെ ഭരണഘടനാ സ്ഥാപനമാണ്. അത് ഈ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ഈ രാഹുൽ ഗാന്ധിക്ക് ഈ രാഹുൽ എന്ന് പേരുള്ള എല്ലാത്തിനും ഈ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം മഹാ കഷ്ടമാണ് കേട്ടോ. രാഹുൽ ഗാന്ധിക്ക് അത് അറിയില്ല. രാഹുൽ ഗാന്ധി അതിന് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്തണം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഒറ്റയ്ക്ക് ഇലക്ഷൻ നടത്തിയല്ല. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്തുന്ന പറഞ്ഞാൽ ഇവരെയൊക്കെ വെച്ചുകൊണ്ടാണ്. അതെ അതെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഏത് മുന്നണിക്കായിരിക്കും എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ പ്രയാസമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, BJPക്ക് NDAക്കും അതിൻ്റെ നിലവിലുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് പുരോഗതി ഉണ്ടാകും വോട്ട് ഷെയറിലും സീറ്റ് ഷെയറിലും എന്ന കാര്യത്തിൽ തർക്കമില്ല. സാർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് പറയുന്നതാണോ? അതല്ല ഞാൻ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാന അധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതെ അതെ, വെറുതെ എന്നെ കുഴപ്പത്തിലാക്കല്ലേ. അതിനകത്തൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, BJP ക്രമാനുഗതമായി വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു വോട്ട് ഷെയർ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവിക വളർച്ച എന്ന നിലക്ക് BJPക്ക് കിട്ടണം. ആ സ്വാഭാവിക വളർച്ച എന്ന നിലക്ക് BJPക്ക് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ BJP താഴേക്ക് പോയെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് BJPക്ക് വോട്ട് ഷെയറും കൂടും സീറ്റ് ഷെയറും കൂടും. പക്ഷെ അതുകൊണ്ട് BJP ഒന്നാം കക്ഷിയാകും എന്ന് പറയാനുള്ള യാതൊരു മൗഢ്യവും എനിക്കില്ല. പക്ഷേ മെച്ചപ്പെടുത്തും ഈ രണ്ട് മുന്നണികളെയും വെച്ച് നോക്കുമ്പോൾ നേട്ടം BJPക്കായിരിക്കും, BJP മുന്നണിക്കായിരിക്കും എന്നുള്ള കാര്യമാണ് ആകെ ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യം. അതിന് വോട്ടും കൂടുതലുണ്ടാകും, അതനുസരിച്ച് സീറ്റും കൂടുതൽ കിട്ടും. അല്ലാതെ ഇപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ 20,000 സീറ്റിൽ നിങ്ങൾക്ക് ഇത്ര കിട്ടും അത് പറയാൻ എനിക്ക് പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. അത് വോട്ടെണ്ണി കഴിഞ്ഞ് പറയാം. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും 20,000 വാർഡുകളിലെയും ബാക്കിയുള്ള സ്ഥലത്തെല്ലാം പോയി അതിന് മറ്റേ ഫാക്ടറുണ്ട്, ഈ ആളുകളുടെ രാഷ്ട്രീയം നോക്കാതെയുള്ള വോട്ട്. അത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയ, നിങ്ങൾ ഡെയിലി നിങ്ങളുടെ വീടിൻ്റെ വാടോ വരികയും നിങ്ങളെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങളൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യും. തീർച്ചയായിട്ടും അതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ഏതായാലും നമുക്ക് ചൊവ്വാഴ്ച കേരളം പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എല്ലാ 14-ാം തീയതി അല്ലേ ഇതിൻ്റെ? അതെ അതെ, 14-ാം തീയതി 13-ാം തീയതി. എല്ലാ സമ്മതിദായകർക്കും ശരിയായ സ്ഥാനാർത്ഥിക്ക് ശരിയായ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് നമുക്ക് ഒരൊറ്റ കാര്യം കൂടി, ഏത് തെരഞ്ഞെടുപ്പായാലും അതിൽ വോട്ട് ചെയ്യാൻ ഒരു മടി ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഏത് സ്ഥാനാർത്ഥിക്കായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് എല്ലാവരും പോയി വോട്ട് ചെയ്യണം. പക്ഷേ ഞാൻ പറയും, ശരിയായ സ്ഥാനാർത്ഥിക്ക് ശരിയായ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക. ഞാൻ അവർക്ക് കുറേയും കൂടി ലിബറലായിട്ട് നിങ്ങൾ, കാരണം വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കരുത്. അതെ അതെ, കാരണം ഇത് ജനാധിപത്യമാണ്, നിങ്ങൾക്ക് കൂടി വേണ്ടതാണ്. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അവകാശങ്ങൾ ഇതുപോലെ വോട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തു. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നിങ്ങളിങ്ങനെ യജമാനാവാറുള്ളൂ. അതെ. പിന്നെ ഒരു കാര്യം മറക്കരുത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നിങ്ങൾക്കും ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി, രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം, മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആ സഹായം വേണ്ടത് 2 തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു. നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് 1 നിമിഷം മതി. സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട്, ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ
കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു. നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടണാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 2-3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും. താല്പര്യമുള്ളവർ, കഴിവുള്ളവർ, ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ, ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ, ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത്. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം. ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ.